ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ച് വെറുമൊരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് അതൊരു പ്രത്യയശാസ്ത്ര പോരാട്ടം കൂടിയാണ്. ഒരു വശത്ത് ഇടതുപക്ഷ മുന്നണിയും മറുവശത്ത് ഒന്നിച്ചു നിൽക്കുന്ന പ്രതിപക്ഷവും. മെയ് 4 പിണറായി വിജയൻ എന്ന മഹാമേരു LDFനെ വിജയത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായ 3ാം തവണയെന്ന ചരിത്ര നേട്ടമാകും സമ്മാനിക്കുക. മറ്റിടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. പ്രത്യയശാസ്ത്രമാണ് പലപ്പോഴും ഭരണത്തെ നിർവചിക്കുന്നതെങ്കിലും ഭരണ മികവിനെ പ്രശംസിക്കാനും തെറ്റുകളെ അതേ രീതിയിൽ തള്ളാനും വോട്ടർമാർ മടി കാണിക്കാറില്ല. പ്രത്യയശാസ്ത്രപരമായ കാർക്കശ്യവും പാർട്ടി അച്ചടക്കവുമാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ മുഖമുദ്ര. 1945 കണ്ണൂരിൽ ജനിച്ച വിജയൻ മികച്ച സംഘാടകനായി CPMന്റെ പടവുകൾ ഒന്നൊന്നായി കയറി വന്ന നേതാവാണ്. പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തിലൂടെ ഒരു സാധാരണ പ്രവർത്തകരിൽ നിന്ന് സമകാലിക കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി അദ്ദേഹം വളർന്നു. വിഷൻ 2031 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രേഖ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ വിവിധ മേഖലകൾ എങ്ങനെ വികാസം പ്രാപിച്ചു പോകണം, അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ രംഗത്തെയും പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആധുനിക കാലത്തിന് ചേർന്ന തരത്തിലുള്ള വികാസം എല്ലാ മേഖലയിലും കേരളത്തിലുണ്ടാവുക എന്നുള്ളതാണ്. 2016 മുഖ്യമന്ത്രിയായി അധികാരമേറ്റ അദ്ദേഹം 5 വർഷത്തിന് ശേഷം 2021 LDFനെ ചരിത്രപരമായ 2ാമത്തെ വിജയത്തിലേക്ക് നയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മഹാപ്രളയം, ഉരുൾപൊട്ടലുകൾ, കോവിഡ് മഹാമാരി എന്നിവയെ നേരിട്ട രീതി വിജയൻ്റെ ഭരണശൈലിയെ ശ്രദ്ധാകേന്ദ്രമാക്കി. പിന്തുണയ്ക്കൊപ്പം തന്നെ വിമർശനങ്ങളും വിജയനെ പിന്തുടർന്നു. നിരവധി വെല്ലുവിളികൾ നേരിട്ടപ്പോഴും കേരളത്തെക്കുറിച്ചുള്ള ഭാവി വീക്ഷണത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു. പിണറായി വീണ്ടും വരുമോ എന്നത് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ പ്രതിസന്ധി കാലത്ത് കേരളത്തെ നയിച്ച നേതാവെന്ന സ്ഥാനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും.